ഹലോ, +2 മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം നമുക്ക് ഈ ചാപ്റ്ററിലെ തിയറിയും സെറ്റാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് സെറ്റാക്കി എടുക്കാം. തിയറിയും ക്വസ്റ്റ്യൻസും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് NCERT ബുക്കിൽ നിന്നും പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQവിൽ നിന്നുമാണ് നമ്മൾ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് A be the set of all students of a boys school. ഇവിടെ നമുക്ക് A എന്ന് പറഞ്ഞ ഒരു സെറ്റ് വന്നിട്ടുണ്ട്. A എന്ന് പറഞ്ഞ സെറ്റ് എന്താടാ? ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞ സെറ്റ് വരുന്നത് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. ഓക്കെ, ഇതാണ് നമ്മുടെ A എന്ന് പറഞ്ഞ സെറ്റ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? R സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ A, B സച്ച് ദാറ്റ് A ഈസ് സിസ്റ്റർ ഓഫ് B. ഇവിടെ R എന്ന് പറഞ്ഞ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈ റിലേഷൻ എന്ത് ടൈപ്പ് റിലേഷൻ ആണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത ഇവിടെ R' എന്ന് പറഞ്ഞ റിലേഷനുണ്ട്. ഇതും എന്താണ്, എന്ത് ടൈപ്പ് റിലേഷൻ ആണെന്ന് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ റിലേഷൻ എടുക്കാം. സംഭവം എന്താടാ? A ഈസ് സിസ്റ്റർ ഓഫ് B. A എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്റർ ആണെങ്കിൽ A, B എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ, അപ്പോൾ ഈ R എന്ന് പറഞ്ഞ റിലേഷൻ നമുക്കറിയാം. നമ്മൾ ഈ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണ് ഡിഫൈൻ ചെയ്ത് എഴുതേണ്ടത്. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നുമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നുമാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ റിലേഷൻ എഴുതാൻ പറ്റുമോ? A എന്താടാ? ഈസ് സിസ്റ്റർ ഓഫ് B ആയിരിക്കണം. എന്നാലേ A, B എന്ന് പറഞ്ഞ ഓർഡേർഡ് പേര് നമ്മുടെ റിലേഷനിൽ കാണത്തുള്ളൂ. ഇവിടെ A എന്ന് പറഞ്ഞ സെറ്റ് നോക്കി, ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ. ഒരു ബോയ്സ് സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും ബോയ്സ് അല്ലേടാ? ഓൾ ആർ ബോയ്സ്, എല്ലാവരും ബോയ്സ് ആണ്. അപ്പോൾ ഈ സെറ്റിൽ നിന്ന് നമ്മളൊരു റിലേഷൻ എഴുതുവാണെങ്കിൽ ആ റിലേഷനിലുള്ളവരും എല്ലാവരും ബോയ്സ് ആയിരിക്കത്തില്ലേ? നമുക്കറിയാം A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണ് നമ്മൾ R എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ A എന്ന് പറഞ്ഞ സെറ്റിൽ നോക്കിയപ്പോൾ എല്ലാവരും ബോയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറഞ്ഞ റിലേഷനിലും എല്ലാവരും ബോയ്സ് ആയിരിക്കും, ഗേൾസ് ആരും കാണത്തില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ അടുത്ത് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് A ഈ സിസ്റ്റർ ഓഫ് B. A എന്ന് പറയുന്നത് ബിൻ്റെ സിസ്റ്റർ ആയിരിക്കണം. എന്ന് വെച്ചാൽ A എന്താണ്? ഗേളാണ്. A ഗേൾ ആയിരിക്കണം. A ഗേളാകാൻ നമ്മുടെ A എന്ന് പറഞ്ഞ സെറ്റിൽ ഗേൾ ഇല്ല, എല്ലാവരും ബോയ്സ് ആണ്. അപ്പം നമുക്ക് പറയാം R എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പറയാം R = 5. R എന്ന് പറഞ്ഞ റിലേഷൻ എന്താടാ? 5 ആണ്. R എന്ന് പറഞ്ഞ റിലേഷനിൽ ആരും വരില്ല, കാരണം ഗേൾസ് ആരും ഇല്ല. അപ്പോൾ ആ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ റിലേഷനിൽ ആരും വരത്തില്ല. അപ്പം നമുക്ക് പറയാം ഈ റിലേഷൻ എന്താണ്? R = 5 ആണെങ്കിൽ നമുക്ക് പറയാം ഈ R എന്ന് പറയുന്ന റിലേഷൻ ഒരു എംപ്റ്റി റിലേഷനാണ്, കാരണം അതിൻ്റെ അകത്ത് ആരുമില്ല. അപ്പം നമുക്ക് പറയാം R എന്ന് പറയുന്നത് ഒരു എംപ്റ്റി റിലേഷനാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ R' എന്ന് പറയുന്നത് എന്ത് റിലേഷനാണെന്ന് നോക്കണം. ഇവിടെ നോക്കിയടാ, ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈറ്റ്സ് ഓഫ് A ആൻഡ് B ഈസ് ലെസ് ദാൻ 3 മീറ്റർ. എന്താണ്? എയുടെയും ബിയുടെയും ഹൈറ്റ് ഡിഫറൻസ്, എയുടെയും ബിയുടെയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് 3 മീറ്ററിനേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം R' എന്ന് പറഞ്ഞ ഈ റിലേഷൻ്റെ ഉള്ളിൽ A, B എന്ന് പറഞ്ഞ ഓർഡേർഡ് പെയർ കാണും. ഓക്കെ, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ A എന്ന് പറഞ്ഞ സെറ്റിനെ A = സെറ്റ് A, B എന്ന് എടുക്കാം. ഓക്കെ, നമുക്കറിയാം ഈ A, B, എയും ബിയും എന്താണ്? ബോയ്സ് ആണ്, കാരണം A എന്ന് പറഞ്ഞ സെറ്റിൽ എല്ലാവരും ബോയ്സ് ആണ്.
ഓക്കെ, ഇനി ഒരു റിലേഷൻ എഴുതണമെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നമ്മൾ +1 പഠിച്ചതാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ക്രോസ് പ്രോഡക്റ്റ്? എ എന്ന് പറഞ്ഞ സെറ്റ് തന്നാൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ത് വരുവാടാ? നമുക്കിത് ഇവിടെ എഴുതാം. അതെങ്ങനെയാണ് എഴുതുന്നത്? ക്രോസ് പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് എഴുതുന്നത്? എ ക്രോസ് എ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു എങ്ങനെ വരുവാടാ? സെറ്റ് എ ഉണ്ടെങ്കിൽ എ കോമ എ ഓർഡേർഡ് പെയർ എ കോമ എ, പിന്നെ എന്ത് വരും? ഓർഡേർഡ് പെയർ എ കോമ ബി, പിന്നെ ഓർഡേർഡ് പെയർ ബി കോമ ബി, അടുത്തത് ഓർഡേർഡ് പെയർ ബി കോമ എ. ഇതായിരിക്കും നമ്മുടെ എ ക്രോസ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ റിലേഷൻ എഴുതേണ്ടത്. അതിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എ ക്രോസ് എയുടെ ഉള്ളിൽ നിന്നുമാണ് നമ്മൾ റിലേഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ ഡാഷ് എന്ന് പറഞ്ഞ റിലേഷൻ എഴുതാം. ആർ ഡാഷ് ഈക്വൽ ടു സംഭവം എന്താടാ? എയുടെയും ബിയുടെയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് 3 മീറ്ററിനേക്കാൾ കുറവായിരിക്കണം. നോക്കിയേ, എയുടെയും എയും എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബോയ് ആണ്. അപ്പം എയും എയും സെയിം ആൾക്കാരാണ്. സെയിം ആൾക്കാരാണെങ്കിൽ അവിടെ ഹൈറ്റ് ഡിഫറൻസ് 0 ആണ്. ഹൈറ്റ് ഡിഫറൻസ് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ 3 മീറ്ററിനേക്കാൾ കുറവല്ലേടാ? <3 മീറ്റർ അല്ലേ? അപ്പം നമുക്ക് പറയാം ആർ ഡാഷ് എന്ന് പറഞ്ഞ റിലേഷനിൽ ഓർഡേർഡ് പെയർ എ കോമ എ ഉണ്ട്. ഓക്കെ, അടുത്ത ഈ എയും ബിയും നോക്കാം. എയും ബിയും ഇവർ 2 ബോയ്സ് ആണ്. നമുക്കറിയാം ഏത് 2 ബോയ്സ് എടുത്താലും അല്ലെങ്കിൽ ലോകത്തുള്ള ഏത് 2 ആൾക്കാരെടുത്താലും അവരുടെ ഹൈറ്റ് ഡിഫറൻസ്, അവർ തമ്മിലുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കും? 3 മീറ്ററിനേക്കാൾ കുറവായിരിക്കും. നമ്മൾ ആരുടെ കേസ് എടുത്താലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. കാരണം നമുക്കറിയാം 3 മീറ്റർ ഹൈറ്റ് വരുന്ന ആരും നമ്മുടെ ലോകത്തില്ല. അപ്പം നമുക്ക് പറയാം എയുടെയും ബിയുടെയും ആണെങ്കിലും ഏത് 2 ആൾക്കാർ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എടുത്താലും <3 മീറ്റർ ആയിരിക്കും. അപ്പം നമുക്ക് പറയാം എയുടെയും ബിയുടെയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസും എന്തായിരിക്കും? <3 മീറ്റർ ആണ്. അപ്പം നമുക്ക് പറയാം ആർ ഡാഷ് എന്ന് പറഞ്ഞ റിലേഷൻ എന്താടാ? ഓർഡേർഡ് പെയർ എ കോമ ബി ഉണ്ട്. അടുത്ത നോക്കിയേ, ബി കോമ ബി. ഇവിടെ എന്താടാ? ഇവിടെയും ഹൈറ്റ് ഡിഫറൻസ് 0 ആണ്. കാരണം സെയിം ആൾക്കാരല്ലേ? 0 ആണെങ്കിൽ നമുക്ക് പറയാം <3 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബി കോമ ബി ഉണ്ട്. അടുത്ത് നോക്കിയേ, ബിയും എയും അവിടെയും ഹൈറ്റ് ഡിഫറൻസ് <3 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഓർഡേർഡ് പെയർ ബി കോമ എ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർ ഡാഷ് എന്ന് പറഞ്ഞ റിലേഷൻ. നമ്മൾ എ ക്രോസ് എയിൻ്റെ ഉള്ളിൽ നിന്നും ആർ ഡാഷിനെ എടുത്ത് എഴുതി. ഇവിടെ നോക്കിയടാ, ഈ എ ക്രോസ് എയും ഈ ആർ ഡാഷും ഈക്വൽ അല്ലേ? നോക്കിയേ, ആർ ഡാഷ് ഈക്വൽ ടു എ ക്രോസ് എ. ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ ആർ ഡാഷ് എന്ന് പറഞ്ഞ റിലേഷൻ എ ക്രോസ് എയിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ആർ ഡാഷ് എന്ന് പറഞ്ഞ റിലേഷൻ, ആർ ഡാഷ് ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ. ഇതെന്താണ്? ഇതൊരു യൂണിവേഴ്സൽ റിലേഷൻ ആണ്. ആർ ഡാഷ് ഈക്വൽ ടു എ ക്രോസ് എ ആണെങ്കിൽ നമുക്ക് പറയാം ആർ ഡാഷ് ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആർ എന്ന് പറയുന്നത് 5 കിട്ടി. ആർ എന്ന് പറയുന്നത് എംപ്റ്റി റിലേഷൻ ആണെന്ന് കിട്ടി. ആർ ഡാഷ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റിലേഷൻ ആണെന്നും കിട്ടി. ഓക്കെ അല്ലേ?